സംസ്ഥാനത്ത് അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. സാധാരണക്കാരന് നാട്ടിൽ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ റോജി എം ജോൺ MLA പറഞ്ഞു. സർ, സംസ്ഥാനത്ത് പച്ചക്കറിക്കും പലവ്യഞ്ജനങ്ങൾക്കും മറ്റ് അവശ്യ സാധനങ്ങൾക്കും തീ വിലയാണ്. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് എന്നുള്ളത് ഈ നാട് മുഴുവൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ സർക്കാരിന് മാത്രം അറിയത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സർ, ഉണ്ടക്കയും തക്കാളിയും ഇല്ലാത്ത സാമ്പാറും മുരിങ്ങയ്ക്ക ഇല്ലാത്ത അവിയലും കഴിക്കേണ്ട ദുരവസ്ഥയിലാണ് ഇന്നൊരു സാധാരണ മലയാളി എന്നുള്ളത് നമുക്ക് കാണാതെ പോകാൻ കഴിയുമോ? സർ, കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ എല്ലാത്തിൻ്റെയും വില കൂടി. വിപണിയിൽ പച്ചക്കറിയുടെ വില വർധനവ് ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ഇവിടുത്തെ സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെ പറയുന്നത്. സർ, കേന്ദ്ര സർക്കാരിന്റെ വികലമായ നയങ്ങളാണ് ഈ സാഹചര്യത്തിന് കാരണമെന്നും കൂട്ടായി ഇടപെടേണ്ട കാര്യമാണെന്നും മന്ത്രി GR അനിൽ വ്യക്തമാക്കി. നമുക്ക് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് കൂട്ടായി ഇടപെടേണ്ട കാര്യമുണ്ട് സാർ. കേന്ദ്ര സർക്കാർ അനുവർത്തിച്ചു വരുന്ന വികലമായ സാമ്പത്തിക നയങ്ങളാണ് ഇത്തരം സാഹചര്യത്തിലേക്ക് എത്തുന്നത്. KN ബാലഗോപാൽ സപ്ലൈകോയ്ക്ക് കൂടുതൽ പരിഗണന നൽകുമെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. നമ്മളെപ്പോഴും ബഡ്ജറ്റ് തുകയുണ്ടെങ്കിൽ അതിനേക്കാളും അധികം കൊടുത്തിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇനിയും കൂടുതൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ളൊരു മേഖല തന്നെയാണ്. അതിനകത്ത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നല്ല പ്രത്യേക ശ്രദ്ധയുണ്ടാകും എന്നതിൻ്റെ ഭാഗമായിട്ട് പറയാൻ ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. വിപണിയിലെ വില നിയന്ത്രിക്കാൻ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സബ്സിഡി കൃത്യമായി ഉറപ്പാക്കിയാൽ വിപണിയിൽ ഇടപെടാം. കൃത്രിമ വിലക്കയറ്റത്തെ കാര്യക്ഷമമായി നിയന്ത്രിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ഈ ഇടനിലക്കാരും കച്ചവടക്കാരും കൂടി ഉണ്ടാക്കുന്ന കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാക്കും. ഈ കൃത്രിമമായ വിലക്കയറ്റത്തെ ഭംഗിയായി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് ഇന്റർവെൻഷൻ. അതിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഏജൻസി. സപ്ലൈകോയുടെ 50ാം വാർഷികം ആഘോഷിച്ചിട്ട് സപ്ലൈകോയുടെ ചരിത്രം പറയുകയാണ് മന്ത്രി. നമ്മുടെ സർക്കാരിന്റെ ഏജൻസികൾ മുഴുവൻ ഫെയിൽ ചെയ്യുക. സപ്ലൈകോ തകർന്നു, ഹോർട്ടികോർപ്പ് മോശമായി, നമ്മുടെ സംഭരണങ്ങൾ എല്ലാം പാളുന്നു.